കുറേ ആയി പൊറോട്ട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വീറ്റ് പൊറോട്ട ആക്കാം. ഒരു 6 സ്പൂൺ ആട്ടക്ക് 2 സ്പൂൺ മൈദ എന്ന കണക്കിലാണ് ഞാൻ എടുക്കൽ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 1 കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത് ലേശമായി വെള്ളം ചേർത്ത് ഇതുപോലെ സോഫ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കണം. അത് ഈ കാണുന്നത് പോലെ തന്നെ ചെയ്യണേ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഉമ്മ ഇങ്ങനെ ചെയ്യുന്ന കാണാൽ, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഈ ബോൾസൊക്കെ ഒന്ന് എണ്ണയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ എണ്ണ തടവിയിട്ടോ വെക്കണം. എന്നിട്ടൊരു നനഞ്ഞ തുണിയോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മളെ പൊറാട്ട നാടകം തുടങ്ങാൻ പോകുന്നത്. എനിക്ക് പൊറാട്ട ട്രഡീഷണൽ രീതിയിൽ വീശാനറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. സംഭവം ഈസിയാണ്. പരത്തുക, നീട്ടുക, ചുരുട്ടുക. ആദ്യത്തെ 1 2 നിങ്ങൾക്ക് വലിയ പണിയായിട്ട് തോന്നും. പിന്നെ ഇതൊക്കെ എന്ത് പുഷ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇനി ഈ റോസാപ്പൂക്കളൊക്കെ നനഞ്ഞ തുണി കൊണ്ട് വീണ്ടും കവർ ചെയ്ത് വെക്കുക. ഞാനിത് പൊതുവെ ഉച്ചക്ക് കുഴച്ച് വെക്കും. എന്നിട്ട് വൈകുന്നേരം ഒരു 6 6:30 ആകുമ്പോൾ പരത്തിയിട്ട് ചുടും. ഇനി ദേഷ്യമുള്ളവരൊക്കെ മനസ്സിൽ ധ്യാനിച്ച് പൊറോട്ടനെ അടിച്ച് പഞ്ചറാക്കുക. ഫിനിഷ്, പൊറോട്ടയായി. ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് അത്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.